ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചക്കയായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ ചക്ക ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ച് നന്നായി വേവിക്കുക. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഉണക്കമുളകും ചെറിയുള്ളി ചതച്ചെടുക്കണം. കൂട്ടത്തിൽ വെളുത്തുള്ളിയും ചതയ്ക്കണം. വെളുത്തുള്ളി ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കണം കേട്ടോ. ഇത് ചതച്ച് വരുമ്പോഴേക്കും നമ്മുടെ ചക്ക വെന്ത് പാകമായി. ഉപ്പൊക്കെ കറക്റ്റാണ്. നമുക്കിനി വറവിലേക്ക് ഇടാം. ചട്ടി വെച്ചു. അതിലോട്ട് ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ല പൊട്ടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉണക്കമുളകും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കണം. ആ പച്ചമണമൊക്കെ പോയി നന്നായി മൂത്ത പരുവത്തിലാകുമ്പോൾ നന്നായി പാകമായി കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഇട്ട് നന്നായി ഇളക്കണം. വെളുത്തുള്ളി ഇട്ട് നന്നായി ഇളക്കിയിട്ട് നമ്മൾ അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് നന്നായി ഇളക്കി ആ വെളുത്തുള്ളിയുടെയൊക്കെ മണം പോയി കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ഇട്ട് കൊടുക്കുക. ചക്കയും എല്ലാം കൂടി നന്നായി മിക്സ് ആക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചക്ക റെസിപ്പി. സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ വേഗം നമുക്ക് ചെയ്യാൻ പറ്റിയ പരിപാടി. ചക്ക നേരാക്കൽ മാത്രം ഇത്തിരി പണിയുള്ളൂ. എല്ലാവരുടെ ബാക്കി ഉപ്പേരിയൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഈ ടൈപ്പിലുള്ള ഒരു ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്. ഇനി ഇതുപോലെ നല്ല വീഡിയോസുമായി കാണാം. ബായ്.